ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. നമ്മൾ എന്നും ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴാണ് നയനുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളുമായിട്ട് വരുന്നത്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവര് കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു ഉള്ളൂ കേട്ടോ. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അങ്ങനെ നയനയെ വീട്ടിൽ കൊണ്ടുവന്നു. നയനയെ വീട്ടിൽ കൊണ്ടുവന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല. ദേവയാനി വിളിച്ചോണ്ട് വന്നത് അടുക്കളപ്പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഒന്ന് വരുത്തി തീർത്തേക്കാണ് കേട്ടോ. നമ്മുടെ ദേവയാനിക്ക് നയനെ ഇപ്പൊ ഇഷ്ടമാണ്. നയനയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു. തന്റെ ജീവൻ രക്ഷിച്ചത് നയനയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ നയനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. പക്ഷെ ഇതറിയത്തില്ലാത്ത കുറച്ചു പേരുണ്ട് അനന്തപുരിയില്. അത് ജലജയും അനാമികയും അതുപോലെ ജാനകിയും അനാമികയുടെ അമ്മ രേവതിയും വേണുവും ഒക്കെയാണ്. അപ്പൊ ഇവർക്കാർക്കും സത്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും സത്യം അറിഞ്ഞിട്ടില്ല. അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും സത്യം അറിയുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നയനെ അടുക്കളക്കാരിയായിട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് അനാമിക നിലത്തൊന്നും അല്ല കേട്ടോ. അതുപോലെയാണ് നടക്കുന്നത്. നമ്മുടെ അനാമികയാണെങ്കിൽ നയനയെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് കുത്തി കുത്തി വേദനിപ്പിക്കുന്നതുകൊണ്ട്, നിന്നെ വേലക്കാരി ആയിട്ടല്ലടി നിന്റെ അമ്മായിയമ്മ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, എന്നെ ഇവിടെ എല്ലാവരും മരുമകളായിട്ടല്ലടി മകളായിട്ടടി കാണുന്നത്, അതിനും വേണമടി ഒരു യോഗം. നീയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനടി വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വരുന്നത്? നിന്നെ സ്നേഹത്തോടെ വിളിച്ചാൽ നിനക്ക് വരാം. ഇതിപ്പം നീ വേലക്കാരിയായിട്ട് നിനക്കെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി പണിതാല് 10-30,000 രൂപ ശമ്പളമെങ്കിലും കിട്ടത്തില്ലേടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനയെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നു. ഇതാണെങ്കിൽ മാറി നിന്ന് ദേവയാനി കാണുന്നുണ്ട്. പക്ഷെ ദേവയാനി ഇതിന് പ്രതികരിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം മാറി നിന്ന് ദേവയാനി ഇത് കാണുമ്പോഴേക്കും നമ്മുടെ അനാമിക ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ വല്യമ്മേ, ഇവളുടെ ഒരു അഹങ്കാരം, ഇവൾക്കൊരു വിചാരം ഉണ്ട് കേട്ടോ. വല്യമ്മയ്ക്ക് ഇവളോട് സ്നേഹം എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. പക്ഷെ എനിക്കറിയാലോ വല്യമ്മ എന്നെയാ സ്നേഹിക്കുന്നതെന്ന്. ഇവളെ സ്നേഹിക്കത്തില്ല ഒരിക്കലെന്ന് അതിവക്കറിയില്ല. ഇവളുടെ വിചാരം എന്നെങ്കിലും ഇവളെ സ്നേഹിക്കും എന്ന് പറഞ്ഞാ ഇവള് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്നും ഒരിക്കലും ഒരു വലിയ കുടുംബത്തിലേക്ക് വരാൻ പാടില്ലടി. അത് അർഹിക്കുന്നതല്ല. അർഹിക്കുന്നത് മാത്രമേ നമ്മൾ നേടാൻ പാടുള്ളൂ. അർഹിക്കാത്തത് നേടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കൂടി. ഇപ്പൊ ആദർശേട്ടനോട് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് പതുക്കെ മാറൂടി അല്ലേ വല്യമ്മേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, ആ അതെ 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 അനാമികെ, അതെ അതെ എന്ന് പറഞ്ഞു. നമ്മുടെ ദേവയാനി ഒന്ന് ആക്കിയാണ് അനാമികയോട് പറഞ്ഞത്. പക്ഷെ അനാമികയ്ക്ക് അത് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ അനാമിക അങ്ങ് പോയി. അനാമിക പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട്, മോളെ സാരമില്ല കേട്ടോ, അവൾ ഇത് പറയുന്നുണ്ടെങ്കിൽ അവക്ക് ഇതിന് തക്കതായ തിരിച്ചടി നമ്മൾ തന്നെ കൊടുത്തിരിക്കും. ഏതായാലും ഇപ്പൊ ഇതാരും അറിയണ്ട. ഇപ്പം ഇവൾമാരുടെയൊക്കെ ഇളക്കം ഞാനൊന്ന് കാണട്ടെ. ഇവൾമാര് പരമാവധി എന്നെ പറഞ്ഞ് കുത്തി തിരിച്ച് മോളെ ഇഷ്ടമില്ലാതെ ആക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെ ആയിരുന്നു അന്ന് ആ വിഷം കലർത്തിയ പാല്. അത് മോളാണ് എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിച്ചു അല്ലേ. പക്ഷെ ഇപ്പൊ ഞാനത് വിശ്വസിക്കുന്നില്ല. അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥ നമുക്ക് പുറത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, അത് പുറത്ത് കൊണ്ടുവരണം. അത് മാത്രമല്ല, ഒരു നെക്ലേസ് കാണാതെ പോയില്ലേ, അത് എന്റെയും എന്റെ വീട്ടുകാരുടെയും പേരിലല്ലേ അമ്മ എല്ലാവരും കുറ്റം പറഞ്ഞതും. അതുപോലെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തായിരുന്നു. അയ്യോ മോളത് മനസ്സിൽ കൊണ്ട് നടക്കാണോ? ഞാനത് മനസ്സിൽ കൊണ്ട് നടക്കുമൊന്നുമല്ല. പക്ഷെ എൻ്റെ അമ്മേനെയും അച്ഛനെയും ഒക്കെ, അനാമികയുടെ അമ്മയും അച്ഛനൊക്കെ എന്തൊക്കെ പറഞ്ഞു. എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണ് ആ മാല എടുത്തോണ്ട് പോയതെന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ അതിനൊരു വ്യക്തത ഉണ്ടാകണം. അതുപോലെ പാലിൽ വിഷം കലർത്തിയത് ആരാണെന്ന് അത് തിരിച്ചറിയണം. ആ പാലിൽ വിഷം കലർത്തിയത് ഈ വീട്ടിലെ 2 പേര് തന്നെയാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. ഒന്നെങ്കിൽ അത് അനാമികയും അനാമികയുടെ അമ്മയും, അല്ലെങ്കിൽ ജലജ അപ്പച്ചിയും അബിയും. ഇതിൽ ആരെങ്കിലും ഒരാൾ തന്നെയാണ് അത് ചെയ്തത്. അതിന്റെ തെളിവുകൾ സഹിതം എങ്ങനെയെങ്കിലും പൊക്കണം. അങ്ങനെ പൊക്കിയിട്ട് അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. അതേ മോളെ, അതിനുവേണ്ടി തന്നെയാ ഈ അമ്മയും കാത്തു നിൽക്കുന്നത്. ഞാൻ ഇപ്പം അവരുടെ സൈഡിൽ കൂടിയില്ലെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും വെളിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഏതായാലും ഞാൻ പതുക്കെ എല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കാം. ചിലപ്പം സ്നേഹത്തിന്റെ പുറത്തെ അനാമിക എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞാലോ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ അനാമികയല്ല കേട്ടോ, ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വസന്തര പറയാണ്, കരള് കൊടുത്തിട്ടും നയനെ കരള് കൊടുത്തതെന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയും അറിഞ്ഞു കേട്ടോ. പക്ഷെ നമ്മുടെ ദേവയാനി അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അവരിയ്ക്കുന്നത്. ദേവയാനിയോട് പറയരുത് എന്ന്
നയനിയും ആദർശം ജയനും ഒക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ മുത്തച്ഛനും പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇവരുടെ സംസാരം വേറൊന്നുമല്ല. ഇവര് സംസാരിക്കുന്നത് നമ്മുടെ നയനമോള് കരള് കൊടുത്തിട്ടും ഇതുവരെ ദേവയാനിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, അവർക്ക് ഇനി മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, ഈ വയസ്സാങ്കാലത്ത് എന്നെ കുഴിയിലെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ സ്നേഹം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒന്നിക്കാനും നയനയുടെ നല്ല മനസ്സ് ദേവയാനി തിരിച്ചറിയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പുറകിലൂടെ വന്നിട്ട് ദേവയാനി പറയുന്നത്, അതൊക്കെ നടക്കും, അതൊക്കെ നടന്നു എന്ന്. ഇത് കേട്ടതും പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ. വസുന്ധരയും വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോയി. അപ്പൊ ദേവയാനി ചോദിച്ചു, എന്താ അച്ഛനും അമ്മയും വല്ലാണ്ടങ്ങ് വേർക്കണുണ്ടല്ലോ, എന്തു പറ്റി? ഞാന് എന്തെങ്കിലും അറിഞ്ഞു എന്ന് ഇപ്പൊ മനസ്സിൽ ഓർക്കണുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ വസുന്ധര പറഞ്ഞു, ദേവയാനി നീ എന്താ പറഞ്ഞത്? അതെ, ഞാൻ അറിഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞു അമ്മേ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാന് നയനമോളെ കൂട്ടിക്കൊണ്ട് വന്നത്. അത് ആദർശനും ജയേട്ടനും അറിയാം. നീ എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞാല് നിനക്ക് കരള് തന്നത് നയനയാണെന്ന് നീ അറിഞ്ഞോ? അതറിഞ്ഞു, നയനയാണ് എനിക്ക് കരള് തന്നതെന്നും അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. ദേ ഇപ്പൊ ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അവളെ അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ ഇത്രയും നാളും കൊടുക്കാനാകാത്ത സ്നേഹം അതെങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇത് കേട്ട് ഭയങ്കര സന്തോഷമാവുക. അപ്പൊ അനന്തമൂർത്തി പറയുക, എന്റെ ഈശ്വരന്മാരെ കാത്തു രക്ഷിച്ചല്ലോ, ഞാന് എല്ലാ അമ്പലങ്ങളിലും പോയി വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്തതാ. ലാസ്റ്റ് ഇതിനൊന്നും ഫലം കണ്ടില്ലെങ്കിൽ വല്ല തീർത്ഥാടനത്തിനും പോകാൻ ഓർത്ത ഞാനും വസുന്ധരയും ഇരുന്നത്. ഹേയ്, തീർത്ഥാടനത്തിനൊന്നും പോകണ്ട. ഏതായാലും അച്ഛനും അമ്മയും ഈ വിവരം ആരോടും പറയരുത്. ഇവിടെ കുറച്ച് കള്ളക്കളികളൊക്കെ നടക്കുന്നുണ്ട്. ആ കള്ളക്കളികളൊക്കെ വെളിയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇത് മറച്ചു വെക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പം, അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനൊന്നും മനസ്സിലായില്ല. ഇവിടുത്തെ ഒരു മരുമകളുണ്ടല്ലോ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മരുമകൾ അനാമികയുടെ അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുക. അതിന്റെ പിന്നിലൊക്കെ എന്തോ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ജലജയുടെയും അഭിയുടെയും അഹങ്കാരവും നിർത്തണം. പിന്നെ നവ്യയുടെ ജീവിതം അതും സേഫ് ആക്കണം. അതുകൊണ്ട് ഇതിപ്പം തൽക്കാലം ആരും അറിയരുത് എന്ന്. ഇത് കേട്ടതും വസുന്ധരയും മുത്തശ്ശനും പറയാ, ഞങ്ങള് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ മോളെ കാത്തിരുന്നത്. നീ ഇനി ഈ വീട്ടിന്റെ നെടുന്തൂണായിട്ട് നിൽക്കണം. പണ്ടത്തെ ദേവയാനിയുടെ സ്വഭാവം മാറി ഒരു ക്രൂരയായ സ്ത്രീയായി എന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചത്. ഏതായാലും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നല്ലോ. അതിൽ നിന്നൊക്കെ എന്നെ നയന തന്നെയാ ഇങ്ങനെ ആക്കി മാറ്റിയത്. നയനയെ മനസ്സിലാക്കാനും നയനയുടെ സ്നേഹം മനസ്സിലാക്കാനും അവരുടെ നല്ല മനസ്സ് മനസ്സിലാക്കാനും ഒന്നും എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി ഞാൻ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്റെ കുടുംബം അനന്തപുരി തറവാട്. അതുകൊണ്ട് ഈ അനന്തപുരി തറവാട്ടില് ഇനി ഒരു അനിഷ്ടാനിഷ്ടങ്ങളും സംഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാ ഈ ദേവയാനി ഇനി ഇവിടെ നിൽക്കുന്നത്. എന്റെ മകന്റെയും എന്റെ മരുമകളുടെയും ഒരു കുഞ്ഞിനെ എനിക്ക് താലോലിക്കണം. അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയായിട്ടിരിക്കുന്ന പോലെ എനിക്കും അങ്ങനെ ഇരിക്കണം. ഏതായാലും ഇനിയിപ്പം വേറൊന്നും എനിക്ക് പറയാനില്ല. ആരോടും ഇത് പറയരുതെന്ന് മാത്രമേ അച്ഛനോടും അമ്മയോടും എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് പോവുക. നമ്മുടെ വസുന്ധരയാണെങ്കിൽ വല്ലാത്ത അതിശയത്തോടു കൂടി വല്ലാത്ത പ്രാർത്ഥനയോടുകൂടി മൂർത്തിയോട് പറയുക, ഏതായാലും ഇതൊക്കെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ ഇദ്ദേഹം എന്ന് ചോദിച്ചപ്പം, ഇല്ല വസുന്ധരെ, ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് അറിയായിരുന്നു. ഏതായാലും നമ്മുടെ ആദർശം മല ചവിട്ടിയിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ സത്യങ്ങളും വെളിയിൽ വരുമെന്നും അയ്യപ്പൻ എല്ലാത്തിനും ഒരു വഴി കാട്ടി കൊടുക്കുമെന്നും ഒക്കെ എനിക്കറിയായിരുന്നു. നയനമോളുടെ പ്രാർത്ഥന ഏറെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ദേവയാനിയുടെ കണ്ണ് തുറക്കാതിരിക്കുക? ദൈവമല്ല ദേവയാനിയുടെ കണ്ണ് തുറന്നത്, നയന തന്നെയാണ് ദേവയാനിയുടെ കണ്ണ് തുറന്നത്. ഏതായാലും കൂടുതൽ സംസാരം വേണ്ട നമുക്ക്. ഇതാരെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പം ദേവയാനി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ അഴിമതിയും കള്ളത്തരങ്ങളും ഒക്കെ കണ്ടുപിടിക്കണം. ഇവിടെ നിൽക്കേണ്ടവർ മാത്രം ഇവിടെ നിന്നാ മതി. ഇവിടെ നിൽക്കാൻ അർഹതയുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലാത്തവരെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ നവ്യ ഇന്നലെ ഒരു രഹസ്യം പറയുന്നത് കേട്ടായിരുന്നല്ലോ. അത് ഇന്ന് കണ്ടവർക്ക് അറിയില്ലായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, നവ്യ ഒരു രഹസ്യം കേട്ടായിരുന്നു. അത് ഫോണിൽ നവ്യ പിടിച്ചെടുക്കുകയും ചെയ്തു. ആ രഹസ്യം വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ അനാമികയും രേവതിയും ജലജയും കൂടി നമ്മുടെ മൂർത്തിയെ കൊല്ലാൻ വേണ്ടി കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. മൂർത്തി മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ അനന്തപുരി തറവാട് വീതം വെക്കാൻ പറ്റുകയുള്ളെന്നും അവർക്കൊക്കെ അധികാരം സ്ഥാപിക്കാൻ പറ്റുകയുള്ളെന്നും ഒക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മൂർത്തി മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടി ഇവർ കുറച്ച് പ്ലാനുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ അവർ ജാനകിയുടെ കൂട്ടാൻ നോക്കിട്ടോ. പക്ഷെ ജാനകി നിന്നില്ല. ജാനകിയോട് ഡയറക്റ്റ് ആയിട്ട് കൊല്ലുന്ന കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. മുത്തച്ഛനെ കൊല്ലുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഒരു പണി കൊടുക്കണം, നമുക്ക് ഈ വീടൊന്ന് നാലായിട്ട് തിരിക്കണം
വീതം എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ ജാനകി അതിൽ നിന്ന് പിന്മാറി. കാരണം ജാനകിക്ക് നമ്മുടെ നയനയോടുള്ള ദേഷ്യം എന്ന് പറയുന്ന വേറെ ഒന്നും കൊണ്ടും അല്ല. തന്റെ മകന്റെ ജീവിതം അത് നശിച്ചു പോകുവോ, തന്റെ മകൻ ഇനിയിപ്പം നന്ദു വിവാഹം കഴിച്ച് കൊണ്ടുവരുവോ, അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മുടെ ജാനകിക്ക് നയനയോട് ദേഷ്യമുള്ളത്. അല്ലാതെ ഈ വീട്ടുകാരോട് ആരോടും തന്നെ ദേഷ്യമില്ല നമ്മുടെ ജാനകിക്ക്. വേറെ രീതിയിൽ ഒരു ഉപദ്രവവും ഇല്ല, നല്ലത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാനകീനെ കൂട്ടാതെയാണ് ഇവർ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ നവ്യ കണ്ടു. നവ്യ നയനയോട് പറഞ്ഞായിരുന്നു. ഏതായാലും നവ്യയും നയനയും കൂടെ ചേർന്ന് ഇവര് മുത്തച്ഛനിട്ട് പണി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. അതിന് പാലിൽ വിഷം കലർത്തിയത് ആരാണെന്നൊക്കെ കണ്ടുപിടിക്കണം. അതുപോലെ നെക്ലേസ് ആരാണ് എടുത്തോണ്ട് പോയതെന്ന് കണ്ടുപിടിക്കണം. അപ്പം അവര് അതിൻ്റെതായ വലിയൊരു കുറുക്കു വഴിയിലൂടെ നവ്യയും നയനയും കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പോലീസ് കേസ് ആയതുകൊണ്ട് തന്നെ ആ നെക്ലേസ് പോലീസിന്റെ സഹായത്തോടു കൂടി ആരും അറിയാതെ ആദർശും നയനയും നവ്യയും കൂടെ ചേർന്ന് അന്വേഷിക്കുകയാണ്. ഏതായാലും തെളിവ് സഹിതം കിട്ടും. നമ്മുടെ അനാമികയും വേണുവിനെയും രേവതിനെയും കൈയോടുകൂടി പൊക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ ഇനിയിപ്പം വരുന്ന എപ്പിസോഡുകളിൽ പറയാട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ നിർത്താട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇനിയിപ്പോ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ഇത് ഇന്നോ നാളെയോ വരാൻ പോകുന്ന വിശേഷമല്ല, ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളാണ്. അപ്പം നിങ്ങള് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതുകയാണോ എന്നൊക്കെ. നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നതല്ല. നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണ്ടേ. അപ്പൊ പിന്നെ നമ്മൾ ഇച്ചിരിയൊക്കെ അറിയുന്ന കാര്യങ്ങള് ചിലപ്പോ ഇതേപടി സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി ഇതേ സീൻസ് അടുപ്പിച്ചടുപ്പിച്ച് വരണമെന്നൊന്നുമില്ല കേട്ടോ. അതിന് ചിലപ്പം ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് അല്ല ഇത്. ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ മാത്രം വലിയ കഴിവുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചിലവരിങ്ങനെ പറയുന്നുണ്ട് നുണയല്ലേന്ന്. അപ്പൊ എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഞാന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇനി വരാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടും അവിടുത്തെ സ്ക്രിപ്റ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തരാന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള വിശേഷങ്ങൾ നമ്മൾ ഇങ്ങനെ വന്ന് നിപ്പുണ്ടെങ്കിൽ, നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജിൽജിൽ ജിന്നുവിൽ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സത്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം ജിൽജിൽ ജിന്നുവിലോ ഒരു 1,50,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് ഈ 2 വർഷം കൊണ്ട്. അപ്പൊ ഞാൻ ഇത് കള്ളം പറയുകയാണെങ്കിലും ആരെങ്കിലും എന്നെ വിശ്വസിക്കും. ഒരു തവണ വിശ്വസിക്കും, 2 തവണ വിശ്വസിക്കും, 3ാമത്തെ തവണ വിശ്വസിക്കണം എന്നുണ്ടോ? പിന്നെ ഈ പ്രമോ എന്നൊക്കെ പറയുന്നത് ചില സീനുകൾ ചിലപ്പം കറക്റ്റ് ആയിട്ട് വരും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഫുൾ വിശേഷമൊക്കെ നമ്മൾ അതേപടി കറക്റ്റ് ഡയലോഗ് സഹിതമൊക്കെ ആട്ടോ ഇടുന്നത്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നിങ്ങളോട് ഞാൻ എടുത്തു പറഞ്ഞത് കുറെ പേര് ഇങ്ങനെ കമന്റ്സിലൂടെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഏതായാലും എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ജിൽജിൽ ചിന്നുവിൽ നമുക്ക് എങ്ങനെയാണോ സപ്പോർട്ട് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിയൽ സ്റ്റോറി എന്ന ചാനലിനും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ജിൽജിൽ ചിന്നുവിലെ കഥ ഇടാത്തത് വേറെ ഒന്നും അല്ല കേട്ടോ. നമുക്ക് 1 or 2 കഥ ഒരു ചാനലിൽ ഇട്ടാലേ നമുക്ക് റീച്ച് കിട്ടത്തുള്ളൂ. നമ്മൾ അടുപ്പിച്ച് കുറേ കഥ ഇടുകയാണെങ്കിൽ അതിന് റീച്ച് കിട്ടില്ല, നമുക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കയറ്റി വിടില്ല. അപ്പോൾ 1 or 2 വീഡിയോസ് ഒക്കെ നമ്മൾ ഒരു ചാനലിൽ ഇടുന്നതാണ് നല്ലത്. ഒരു വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. അപ്പൊ പിന്നെ ആ ചാനലിൽ നമ്മൾ ഒരു വീഡിയോ അല്ല ഇടുന്നത്. നയനുടെയും ആദർശിന്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയും അതുപോലെ നയനുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷവും ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു 2 ചാനലിൽ ഇങ്ങനെ കഥ ഇടുന്നത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ ബൈ.